വരെ ഇപ്പോൾ വിദേശകാര്യ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, കേരളത്തിൽ ഹമാസ് ഇസ്രായേൽ പോര് സജീവ ചർച്ചയാണ്. അത് പലപ്പോഴും പലസ്തീൻ ഇസ്രായേൽ പോര് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നു തങ്ങൾ പലസ്തീന് എതിരല്ല, അവിടുത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യമാണ് പ്രഖ്യാപിക്കുന്നത്, ഹമാസിനെതിരെയാണ് പോര് എന്ന് പറയുന്നു. അത് ആവർത്തിക്കുകയാണ് കേരളത്തിലെത്തിയ ടാമി ബെൻ ഹെയ്ം. ഇസ്രായേലിന്റെ കോൺസുൽ ജനറൽ ആണ് ന്യൂസ് 18നോട് സംസാരിച്ചത്. ആ വാക്കുകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ മോഹൻ വർഗീസ്? മധ്യപൗരസ്ത്യ പ്രദേശത്തിന് പുറത്ത് ഇസ്രായേൽ പോരാട്ടം ാണെന്ന് വേണമെങ്കിൽ വെസ്റ്റേൺ വേൾഡിൽ അതിനേക്കാൾ കൂടുതൽ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ നടത്തിയ സംഭാഷണത്തിന് പ്രത്യേകതയുണ്ട്. കാരണം കേരളത്തിൽ നിന്നാണ് ഇസ്രായേലിലെത്തുന്ന ഇന്ത്യക്കാരായ ജോലി തേടിയും വിദ്യാഭ്യാസത്തിനായി എത്തുന്നവരുടെ നല്ലൊരു പങ്ക് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് കേരളത്തിലെത്തി കേരളത്തിലെ ജനങ്ങൾക്കായി ഒരു സന്ദേശം കൂടെ നൽകുകയാണ്. ഇസ്രായേൽ ഇന്ത്യ ബന്ധങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മോശമല്ല. ബെഞ്ചമിൻ നെതന്യാഹു സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള ഒരു റീഅഷ്വറൻസ് ആണ് നൽകുന്നത്. കാരണം ഇവിടെ സ്ഥിതിഗതികൾ വഷളാവുകയാണെങ്കിൽ രണ്ട് സെഗ്മെന്റിലാണ് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവുക. ഒന്ന്, വലിയ തോതിൽ പിൽഗ്രിം ടൂറിസം, ഒരുപാട് ടൂറിസ്റ്റ് സെന്റേഴ്സ്, ടൂറിസ്റ്റ് ഗൈഡുകൾ, ടൂർ പാക്കേജുകൾ അറേഞ്ച് ചെയ്യുന്ന ആളുകൾ, അവരുടെ തണലിൽ ഇസ്രായേലിൽ എത്തുന്ന നൂറുകണക്കിന് സംഘങ്ങളാണ്. അവരുടെ ഒരു ആത്മവിശ്വാസം വ്രണപ്പെടും. ഒരു ബിസിനസ് കൂടിയാണത്. പിൽഗ്രിംസ് ആയിട്ട് പോകേണ്ടവരുടെ താല്പര്യം ഒരു വശത്ത്, അതുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്നവരുടെ താല്പര്യം മറുവശത്ത്. ഇത് രണ്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. രണ്ട്, കേരളത്തിലെ ഈ മുസ്ലിം ജനസാമാന്യം ഇതിനെ എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ച് മലബാറിലെ ഒരു മുസ്ലിം ജനസാമാന്യം ഈ സംഘർഷത്തെ കാണുന്നത് എങ്ങനെയാണ്? ഇസ്രായേലിനെതിരെ വർദ്ധിച്ചു വരുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ട്. അതുപോലെ ഹമാസിന് അനുകൂലമായും റാഫ ഇപ്പോൾ ഗസയിൽ നടക്കുന്ന മനുഷ്യക്കുരുതിക്കെതിരായും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ, അത് ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്നത് കേരളമാണ്. ഇത് ഇസ്രായേലിന്റെ നയതന്ത്ര രംഗം ശ്രദ്ധിക്കാതെ ഇരിക്കുന്നില്ല. കാരണം ഇന്ത്യയുടെ പൊതു മനസ്സ് ഒരുപക്ഷെ ഇസ്രായേലിനോട് അത്ര വിരോധമുള്ളൊരു മനസ്സാകണമെന്നില്ല. പക്ഷെ കേരളത്തിന്റെ മനസ്സ്, പ്രത്യേകിച്ചും മുസ്ലിം ജനസാമാന്യത്തിന് 25% ജനസംഖ്യയുള്ള കേരളത്തിന്റെ പൊതു മനസ്സ്, രാഷ്ട്രീയ മനസ്സ്, അതുകൂടി ഒരുപക്ഷെ കണക്കിലെടുത്തുകൊണ്ടാവണം ഒരു സോഫ്റ്റ് ടച്ചിലുള്ള ഒരു പ്രതികരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ഇസ്രായേൽ അധികം വെറുക്കപ്പെടേണ്ട ഒരു രാജ്യമല്ല എന്ന് കേരളത്തിലെ ജനസാമാന്യം കൂടി മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയായിരിക്കാം ഒരു പക്ഷേ കോൺസൽ ജനറലിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.